എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്ക് ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ടെൻഡർ ജാക്ക്ഫ്രൂട്ട് ആണ്. നമ്മുടെ ചക്ക വിളയുന്നതിനുമൊക്കെ മുന്നേ ഉള്ള ഒരു ചെറിയ പരുവത്തിലുള്ള ചക്കയ്ക്കാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നിവിടെ കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വാക്വം പാക്ക് ചെയ്ത് നമുക്ക് കിട്ടും. ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള, അതുപോലെ തന്നെ ഹൈ ഫൈബ്രസും ഹൈ പ്രോട്ടീനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും ഡയബറ്റീസിനും അതുപോലെ തന്നെ ലോ ഗ്ലൈസിമിക് ഡയറ്റിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഫുഡാണ് നമ്മുടെ ടെൻഡർ ജാക്ക്ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ്, ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ചൊരു സമയം എടുക്കുന്നതൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. അതുവരെ നമ്മളിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. വലിയ ജാറാണ്, അതുകൊണ്ട് ഞാൻ പകുതിയാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പിടി കൊച്ചുള്ളി, എരിയുള്ള 2 പച്ചമുളക്, എരി കുറവാണെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ഇടിച്ചക്കയൊക്കെ നല്ലപോലെ സോഫ്റ്റായി പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ഇടികല്ലിൻ്റെ കുഴവി കൊണ്ടിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് തണുത്തതിന് ശേഷം കൈവച്ചും ഇതുപോലെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ആക്കിയെടുക്കും. അതിനൊക്കെ നമ്മൾ തണുക്കുന്നതിടെ വരെ വെയിറ്റ് ചെയ്യണം. അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടിച്ച് ക്രഷ് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നത്. വലിയ കുഴവി കൊണ്ടൊക്കെ നമുക്ക് ഇടിച്ച് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത ഇടിച്ചക്ക നമുക്കിനി ഇത് തോരൻ വെച്ചെടുക്കാം. അതിനായിട്ട് ചെറിയൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ തോരനിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3-4 വെളുത്തുള്ളി ഇതുപോലെ തൊലിയോടുകൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇടിച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുക. മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ അരപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇടിച്ചക്കയ്ക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കേണ്ടതൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ഫ്ലേവറൊക്കെ മൊത്തത്തിൽ പിടിച്ച് കിട്ടാനായിട്ട്. ഇടിച്ചക്കയുടെ ടെക്സ്ചർ നമ്മുടെ ഇറച്ചി പോലെയാണ്, അതുപോലെ ഹൈ പ്രോട്ടീനാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇതിനെ വെജിറ്റേറിയൻസിൻ്റെ മീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇതിനില്ല. അതുകൊണ്ടാണ് നമ്മൾ അരപ്പ് കൂടുതലായിട്ട്, തേങ്ങയൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നത്, എരിയുമൊക്കെ. അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറച്ച് ഇടിച്ചക്ക എടുത്താലും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. വെയിറ്റ് ലോസ് ഒക്കെ ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.